ഹലോ ഗെയ്സ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന പ്രോ ലീഗ് CS2യുടെ ഇവന്റ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക് ഗെയിമിംഗ് വിക്ടോറിയസിനെ തോൽപ്പിച്ചുകൊണ്ട് അതിന്റെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. 1,00,000 രൂപയാണ് അവർ സ്വന്തമാക്കിയത്. വിക്ടോറിയസ് സെക്കൻഡ് എത്തി 25,000 രൂപ അവരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് ടീമായുള്ള ഗോഡ്സ്ട്രെയിൻ ഇതിൽ നിന്നും സെമി ഫൈനൽസിൽ നിന്ന് തന്നെ പുറത്തായിട്ടുണ്ടായിരുന്നു. CS2ലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെറിയ ഇവന്റ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അടുത്തൊരു ഇൻഫോ നമ്മളെ BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ വൈൽഡ് കാർഡ് റൗണ്ടിൻ്റെ ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ബിയുടെയും ഗ്രൂപ്പ് ഡിയുടെയും ലാസ്റ്റ് മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻഡിങ് മാച്ചുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വൈബായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ മാഫിയ ഒഫീഷ്യൽസ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ലാസ്റ്റിലേക്ക് ആ ഒരു പ്ലെയർ അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും സിൻസിനാറ്റി കിഡിനെയൊക്കെ തീർത്തുകൊണ്ട് 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. സിൻസിനാറ്റി കിഡും ഇവിടെ 12 ഫിനിഷ് പോയിന്റോട് കൂടി 18 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലിഗീത സ്പോർട്സ് ഇവിടെ ഹെക്ടർ സോളോ സർവൈവ് ചെയ്തുകൊണ്ട് ആ ഒരു പ്ലേസ്മെന്റ് പോയിന്റ് ടീമിലേക്ക് സ്വന്തമായിക്കൊണ്ട് 7 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് ഇന്റൻസിന് 2 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. മാച്ച് 2 മിറാമറിൽ റൈവലെപ്സിന്റെ വക നമുക്ക് ആ ഒരു ചിക്കണിന്റെ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സോണിലേക്ക് ആറ്റിറ്റ്യൂഡിനെയും ലിഗിതയെയും അതേപോലെ നമ്മളുടെ ഇന്റൻസിനെയൊക്കെ തീർത്തുകൊണ്ടാണ് റൈവലെപ്സിന്റെ ആ ഒരു ചിക്കണിന് 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ. ആറ്റിറ്റ്യൂഡ് ഇവിടെ 13 പോയിന്റും ഇന്റൻസ് ഇവിടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഗോഡ്സ്ട്രെയിനെതിരെ ആ ഒരു ഫൈറ്റ് തുടക്കത്തിൽ വിജയിച്ചു. പിന്നീട് സോണിൽ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഓരോ ഫിനിഷസുകളും സ്വന്തമാക്കി ആ ഒരു 8 ഫിനിഷ് പോയിന്റോടുകൂടി 12 പോയിന്റാണ് ഇന്റൻസ് ഈ ഒരു മാച്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. വാമ്പ് സോളോ 3 ഫിനിഷ് സ്വന്തമാക്കി. ഈ ഒരു പെർഫോമൻസോട് കൂടി ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ അടുത്തേക്ക് നമ്മളെ ഇന്റൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലിഗിത സ്പോർട്സിൽ ഇവിടെയും നമ്മളുടെ ഹെക്ടർ സോളോ സർവൈവ് ചെയ്തുകൊണ്ട് ആ ഒരു പ്ലേസ്മെന്റ് പോയിന്റ് ടീമിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാച്ച് 3 ലാസ്റ്റ് സാൻഹോക്കിൽ ആറ്റിറ്റ്യൂഡിൻ്റെ വക നമുക്ക് 6 ഫിനിഷസോട് കൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് റെക്കനിങ്ങിനൊക്കെ തീർത്തുകൊണ്ടാണ് അവർ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. ഇവിടെയും ഹെക്ടർ സോളോ സർവൈവിംഗ് ആയിരുന്നു ലാസ്റ്റ് സോണിലേക്ക് ഉണ്ടായിരുന്നത്. 13 പോയിന്റ് ലിഗ്ദ സ്പോർട്സും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇന്ത്യൻസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫൈറ്റ് എടുത്ത് വിജയിച്ച് കയറി വന്നപ്പോഴേക്കും അവിടെ ഗോഡ്സ്ട്രെയിൻ്റെ ആ ഒരു തേർഡ് പാർട്ടിയിൽ ഇന്ത്യൻസ് അവിടെ തീർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗോഡ്സ്ട്രെയിൻ്റെ തേർഡ് പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻസ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരുന്നു കേസ്. പക്ഷേ സെമി ഫൈനൽസിലേക്ക് എത്താതെ ഇന്ത്യൻസിൻ്റെ മടക്കം നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. ഗോഡ്സ്ട്രെയിനും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റെക്കനിങ്ങുമായുള്ള ആ ഒരു ഫൈറ്റിൽ ഗോഡ്സ്ട്രെയിനും ഏകദേശം തീർന്നുപോയി. അവരുടെ ആ ഒരു സ്വപ്നവും സെമി ഫൈനൽസിലേക്കുള്ള സ്വപ്നം മൊത്തത്തിൽ അവസാനിച്ചു. അവർക്കും വലിയ ലെവലിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് മാച്ച് 4 2OPയുടെ ഭാഗം നമുക്കൊരു കംബാക്ക് ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. VST ഇവിടെ 13 ഫിനിഷ് പോയിന്റും സ്വന്തമാക്കിയാൽ മാച്ച് 5 ബോട്ട് ആർമിയുടെയും വേറെ ലെവൽ കംബാക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 17 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമായി. ലാസ്റ്റ് റാവണി സ്പോർട്സിനൊക്കെ തീർത്തുകൊണ്ട് ബോട്ട് ആർമിയുടെ ഒരു ഡോമിനേഷൻ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് മാച്ചിലായിരുന്നു 5-6 ടീമുകൾക്ക് ക്വാളിഫിക്കേഷൻ വേണം. അവരൊക്കെ ലാസ്റ്റ് സോണിൽ ഉണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ലാസ്റ്റ് സോണിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നല്ലൊരു മാച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെ ഗോഡ്സ് ഗിവണ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കാണ് ചെയ്ത് 5 ഫിനിഷസോട് കൂടിയിട്ട്. ആൻഡ് ഇൻഫോർമർ സ്ക്വാഡിനും ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ജതിൻ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് ഫിനിഷസുകളും സ്വന്തമായിക്കൊണ്ട് 13 പോയിന്റാണ് സ്വന്തമാക്കിയത്. ദെൻ ഫോറമും നല്ല രീതിയിൽ സർവൈവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. അവിടെ ആ ഒരു ചിക്കണിനെ അടിച്ചിരുന്നെങ്കിൽ ഫോറമിന് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പ് വരുത്തായിരുന്നു. പക്ഷേ ബാക്കിൽ നിന്നും VSTയുടെ ആ ഒരു ഫൈനൽ പ്ലെയർ ബിയഡ് ബാബേനെ തീർത്തു. പിന്നെ ഗോഡ്സ് ഗിവണ് ലാസ്റ്റ് പ്ലേയേഴ്സിനെയും വന്ന് തീർത്തുകൊണ്ട് ഫോറമിൻ്റെ സ്വപ്നവും അവിടെ തകർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ മൊത്തത്തിൽ ഗ്രൂപ്പ് ബിയുടെയും ഗ്രൂപ്പ് ഡിയുടെയും എല്ലാ മാച്ചുകളും അവസാനിച്ചപ്പോൾ നമ്മൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ സിൻസിനാറ്റി കിഡാണ് ആ ഒരു ടോപ്പിലേക്ക് എത്തിയിട്ടുള്ള 64 പോയിന്റോട്. സെക്കൻഡ് ഡീസൽ സ്പോർട്സ് എത്തി 63 പോയിന്റോട്. തേർഡ് നമ്മളുടെ ലിഗിത എത്തി 62 പോയിന്റോട്. ഇപ്പോൾ ടോപ്പ് 6 നിൽക്കുന്ന ടീമുകൾ ഏകദേശം ക്വാളിഫൈ ആയി നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ബാക്കി ഏകദേശം കട്ട് ഓഫ് 46, 48 ആ ഒരു ചിലപ്പോൾ 50 ലെവലിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ മാച്ചുകൾ കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. ഇന്ത്യൻസ് 35 പോയിന്റുമായിട്ട് പുറത്തായിരിക്കുകയാണ് ഗൈസ്. ഫോറം 34 പോയിന്റായിട്ട് പുറത്തായി. ഗോഡ്സ്ട്രെയിന് നമ്മൾ ESLൻ്റെ ലാൻഡ് ചാമ്പ്യന്മാർക്ക് BGISൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഗോഡ്സ്ട്രെയിനും പുറത്തായി. സ്കൗട്ടിൻ്റെ വൈൽഡ് ഫാങ്സും പുറത്തായിരിക്കണം. 22 പോയിന്റ് മാത്രമേ അവരും സ്വന്തമാക്കിയിട്ടുള്ളൂ. അങ്ങനെ കുറേ ടോപ്പ് ടീമുകൾ
കറണ്ട്ലി ഇപ്പോൾ സെമി ഫൈനൽസ് കാണാതെ പുറത്തായിട്ടുണ്ട്. ഇനി ഇന്നത്തെ 2 ഗ്രൂപ്പുകൾ വരാനിരിക്കുന്നുണ്ട്. അതിൽ എത്ര ടീമുകൾ പുറത്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിലെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് എയുടെ മത്സരത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ടോപ്പ് ടീമുകൾ അതിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി സോൾ വേഴ്സസ് ഗോഡൽ ഫൈറ്റ് അവിടെ നടക്കുമോ, ആ ഒരു ടാർഗറ്റിംഗ് നടക്കുമോ എന്നുള്ളതിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇന്നലെ പങ്ക് ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടതും ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. കൈയുടെ ഈ ഒരു അടിക്കുന്ന ഒരു ചിഹ്നവും ഒപ്പം അടിയിൽ ഫ്രണ്ട്ലി റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഡോൾ അടിക്കുന്ന ഒരു മ്യൂസിക്കോട് കൂടിയിട്ടായിരുന്നു പങ്കിൻ്റെ ആ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നത്. ഇത് സോളിന് ഉള്ള ടാർഗറ്റിംഗ് ഉണ്ടാവുമോ അല്ലെങ്കിൽ സോളിനെതിരെയുള്ള ആ ഒരു സ്റ്റോറി ആണോ എന്നുള്ള ചർച്ചയിലാണ് ഫാൻസ് മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ വാച്ചിങ് നല്ല രീതിയിൽ വർദ്ധിക്കാനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് നോക്കാം സോള് മാന്യ മാജിക് ഉണ്ടാവുമോ, സോള് ക്വാളിഫൈ ആവുമോ ഇല്ലയെന്ന് എന്തായാലും നമുക്ക് ഇന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ മാച്ചുകൾ നിങ്ങൾ ഇന്നത്തെ മിസ് ചെയ്യാതിരിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ഈവിള് ദ ബാക്ക് ടു ബേസ്, നമ്മുടെ ഈവിള് BGIS ജെൻ XFMന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീമിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല, പുറത്തായി. ഇപ്പോൾ ദാ ഈവിള് LHSൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഇനി LHSൽ ഈവിളിൻ്റെ ആ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.